എല്ലാവർക്കും മാത്ത് മൈൻഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകളെക്കുറിച്ചാണ്. കൃത്യം 2 ഭാഗങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന സംഖ്യകളെയാണ് ഇരട്ട സംഖ്യകളെന്ന് വിളിക്കുന്നത്. ഏറ്റവും ചെറിയ ഈവൻ നമ്പറാണ് 2. നമുക്ക് ആദ്യത്തെ ഒരു ടൈപ്പ് ചോദ്യം നോക്കാം. ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ ദയർ ബിറ്റ്വീൻ 2, 4, 6 എക്സെട്ര 18? 2, 4, 6 എക്സെട്ര 18 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? ഇത് കണ്ടെത്താനായിട്ടുള്ള എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണ് പറയാൻ പോകുന്നത്. അവസാനത്തെ സംഖ്യയുടെ പകുതിയായിരിക്കും നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ 2, 4, 6 തുടങ്ങി 18 വരെ ഉള്ള ടേംസാണ് എഴുതിയിരിക്കുന്നത്. എണ്ണി നോക്കുമ്പോൾ നമുക്ക് 9 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അതായത് ഈ സീരീസിലെ അവസാന ടേമായ 18ൻ്റെ പകുതിയാണ് 9. സോ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന ഈവൻ നമ്പേഴ്സിൻ്റെ സീരീസിൻ്റെ അവസാന ടേമിൻ്റെ പകുതി എടുത്താൽ മതിയാവും. നമുക്ക് മറ്റൊരു ചോദ്യം കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ ദയർ അപ് ടു 10? 10 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. 2, 4, 6, 8, 10 എന്നിങ്ങനെയുള്ള നമ്പേഴ്സാണ് 10 വരെയുള്ള ഈവൻ നമ്പേഴ്സ്. എണ്ണി നോക്കുമ്പോൾ നമുക്ക് 5ആണ് ഉത്തരമായിട്ട് കിട്ടുന്നത്. അതായത് അവസാന ടേമായ 10ൻ്റെ പകുതിയാണ് 5. ഈവൻ നമ്പേഴ്സിൻ്റെ സീരീസിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനായിട്ട് അവസാന ടേമിൻ്റെ പകുതി എടുത്താൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ 60 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സം ഓഫ് n ഈവൻ നമ്പേഴ്സ്, അതായത് n ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. എന്തായിരുന്നു? n × n+1/2. ഇവിടെ സം ഓഫ് n ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് n × n+1 ആണ്. n എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സിൻ്റെ എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 17 ഈവൻ നമ്പേഴ്സ്? ആദ്യത്തെ 17 ഇരട്ട സംഖ്യകളുടെ തുക എന്ത്? ഇവിടെ n 17 ആണ്. നമുക്ക് ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണുന്നതിനുള്ള ഇക്വേഷൻ അറിയാം. n × n+1. n-ൻ്റെ സ്ഥാനത്ത് 17 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ s 17 × 17+1. ദാറ്റ് ഈസ് 17 × 18. നമുക്ക് ആൻസർ 306 എന്ന് ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 9 ഈവൻ നമ്പേഴ്സ്? ആദ്യത്തെ 9 ഇരട്ട സംഖ്യകളുടെ തുക എന്തായിരിക്കും? നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഫൈൻഡ് ദ സം ഓഫ് 2 + 4 + 6 എക്സെട്ര 80. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്പർ ഓഫ് ടേംസ് ആണ്. ഇവിടെ നമ്മൾ n-ൻ്റെ സ്ഥാനത്ത് അപ്ലൈ ചെയ്യേണ്ട വാല്യൂ ആണ് ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യന് 2 + 4 + 6 എക്സെട്ര 80 എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 80 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് ചോദ്യം. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഈവൻ നമ്പേഴ്സിൻ്റെ സീരീസിൽ നമ്പർ ഓഫ് ടേംസ് കാണാനായിട്ട് അവസാനത്തെ ടേമിൻ്റെ പകുതി എടുത്താൽ മതിയാവും. ഇവിടെയുള്ള സീരീസിൽ അവസാനത്തെ ടേം എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കാണാൻ 80ൻ്റെ പകുതിയായ 40 ആണ് കൊടുക്കേണ്ടത്. സോ നമ്പർ ഓഫ് ടേംസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. s n × n+1ൽ n-ൻ്റെ സ്ഥാനത്ത് 40 കൊടുക്കുക. സോ 40 × 40+1, ദാറ്റ് ഈസ് 40 × 41 ഈസ് 1640. ദാറ്റ് ഈസ് 1640. Then find the sum of 2 + 4 + 6 + etc. + 26. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അടുത്തൊരു ചോദ്യമാണ് വാട്ട് ഈസ് ദ സം ഓഫ് ഈവൻ നമ്പേഴ്സ് അപ് ടു 50? 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര? തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. s n × n+1. n എന്ന് പറയുന്നത് പലരും തെറ്റിച്ച് 50 ആണെന്ന് കരുതാറുണ്ട്. പക്ഷേ നമുക്കറിയാം ഈവൻ നമ്പേഴ്സിൻ്റെ സീരീസിൽ നമ്പർ ഓഫ് ടേംസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അവസാന ടേമിൻ്റെ പകുതി എടുക്കുക. ഇവിടെ 50 വരെയുള്ള ഇരട്ട സംഖ്യകളാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 50 തന്നെയാണ്.
നമ്മൾ ഈവൻ നമ്പേഴ്സിൻ്റെ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലാസ്റ്റ് ടേമിൻ്റെ പകുതി എടുക്കും. ഇവിടെ ലാസ്റ്റ് ടേമായ 50യുടെ പകുതി 25 ആണ് നമ്മൾ എന്നിന് പകരം കൊടുക്കേണ്ടത്. സോ നമ്മളത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ദെൻ s ഈക്വൽ ടു 25 ഇൻറ്റു 25 പ്ലസ് 1 ദാറ്റ് ഈസ് 25 ഇൻറ്റു 26 ഈസ് 650. 650 ആണ് നമ്മുടെ ആൻസർ. ദെൻ വാട്ട് ഈസ് ദ സം ഓഫ് ഈവൻ നമ്പേഴ്സ് അപ് ടു 200? നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്തുന്ന ഒരു ചോദ്യം ചെയ്തിരുന്നു. അതുപോലത്തെ ഒരു ചോദ്യമാണിത്. ദ സം ഓഫ് ഫസ്റ്റ് ഡാഷ് ഈവൻ നമ്പേഴ്സ് ഈസ് 156. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 156. സം തന്നിട്ട് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. സോ നമുക്ക് എന്തറിയാം? ഇക്വേഷൻ അറിയാം. സമ്മിൻ്റെ n ഇൻറ്റു n പ്ലസ് 1. n ഇൻറ്റു n പ്ലസ് 1 ആണ് ഇവിടെ ഡയറക്റ്റായിട്ട് 156 എന്ന് തന്നിരിക്കുന്നത്. സോ നമുക്ക് സമ്മിൻ്റെ ഇക്വേഷൻ ഈക്വൽ ടു 156 എന്ന് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഓപ്ഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് ഓപ്ഷനായ 10 നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ 10 ഇൻറ്റു 10 പ്ലസ് 1 ഈക്വൽ ടു 10 ഇൻറ്റു 11 ദാറ്റ് ഈസ് 110. നമുക്ക് ആൻസർ കിട്ടേണ്ടത് 156 എന്നാണ്. സോ ഓപ്ഷൻ എ റോങ് ആണ്. നമ്മൾ സെക്കൻഡ് ഓപ്ഷനായ 12 അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. 12 ഇൻറ്റു 12 പ്ലസ് 1 ഈക്വൽ ടു 12 ഇൻറ്റു 13 ദാറ്റ് ഈസ് 156. നമുക്ക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി 12 ആണ് കറക്റ്റ് ആൻസർ. സോ ദ സം ഓഫ് ഫസ്റ്റ് 12 ഈവൻ നമ്പേഴ്സ് ആണ് 156 എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ദ സം ഓഫ് ഫസ്റ്റ് ഡാഷ് ഈവൻ നമ്പേഴ്സ് ഈസ് 420. ഓപ്ഷൻസിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാവുന്ന രീതിക്കുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. നമ്മൾ ഈവൻ നമ്പേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകളെ കുറിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.